നമസ്കാരം, ഞാൻ നാസർ പന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. നമ്മുടെ പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥാപിക്കാൻ പോകുന്ന മദ്യ ഫാക്ടറിയെക്കുറിച്ചും അതിന് പിന്നിലെ ചരട് വരികളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം ചാനൽ 5+ൻ്റെ കേരളത്തിൻ്റെ റെസിഡൻ്റ് എഡിറ്റർ ശ്രീ എൻ പത്മനാഭൻ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിരുന്നു. അതിൻ്റെ ഹെഡിങ് വെള്ളമില്ലെങ്കിലും ഇനി വെള്ളമടിച്ച് മരിക്കാം എന്നായിരുന്നു അതിൻ്റെ ഹെഡിങ്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നതും. ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ഇത് ഞങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കില്ല. പാലക്കാട് എലപ്പുള്ളിയിലെ കർഷകർക്ക് വേണ്ടി ചാനൽ 5+ എന്നും അവരോടൊപ്പം ഉണ്ടാകും. തുടർന്നും ഇതിൻ്റെ പിന്നിലുള്ള കളികളും ചരടുവലികളൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അപ്പോൾ നാളെ എലപ്പുള്ളി പഞ്ചായത്തിൽ എന്താണ് സംഭവിക്കുക? മദ്യ കമ്പനിക്ക് വേണ്ടി CPM കൊണ്ടുവരുന്ന അവിശ്വാസം പാസ്സാകുമോ? ബ്ലൂബെറിക്ക് വേണ്ടി സ്ഥലം വാങ്ങിച്ചു കൊടുത്ത ബ്രോക്കർ കോൺഗ്രസ്സുകാരനായ പഞ്ചായത്ത് മെമ്പർ മറുകണ്ഠം ചാടി അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ നൽകുമോ? പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്തിൽ മദ്യ ഫാക്ടറി ആരംഭിക്കുന്നത് വിവാദമായിരിക്കെ എലപ്പുള്ളിയിലെ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ CPM അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തതിൽ വളരെയധികം ദുരൂഹതയുണ്ട്. മദ്യ ഫാക്ടറിയെ CPM മന്ത്രിമാരും നേതാക്കളുമൊക്കെ ന്യായീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ ഈ നീക്കം ജനങ്ങളിൽ ഒരുപാട് സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. മദ്യ ഫാക്ടറി ഉടമകളായ ഓയാസിസ് കൊമേഴ്സ്യൽ ലിമിറ്റഡാണ് ഈ അവിശ്വാസത്തിന് പിന്നിലെന്നാണ് പൊതുവെയുള്ള ആരോപണം. ഫെബ്രുവരി 14, അതായത് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രമേയം ചർച്ചയ്ക്കെടുക്കും. എലപ്പുള്ളി പഞ്ചായത്തിലെ ഭൂഗർഭജലം ഊറ്റുന്നതെന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയ ഈ മദ്യ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് എതിരാണ് കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി. ഇപ്പോൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന CPM ഈ മദ്യ ഫാക്ടറിയെ 100% ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ അവിശ്വാസ പ്രമേയത്തിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയുണ്ട്. മദ്യ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് ബോർഡ് യോഗം CPMൻ്റെ കടുത്ത എതിർപ്പിനിടയിൽ തന്നെ പ്രമേയം പാസാക്കി ഗവൺമെൻറ്റിന് അയച്ചു കൊടുത്തിരുന്നു. പ്രസിഡന്റ് രേവതി ബാബുവും വൈസ് പ്രസിഡന്റ് സുനിൽ കുമാറും മദ്യ ഫാക്ടറിക്കെതിരെയുള്ള ഈ സമരത്തിന് ഒപ്പമാണ്. കോൺഗ്രസ്സിന് 9 മെമ്പർമാരും CPMന് 8 മെമ്പർമാരും BJPക്ക് 5 മെമ്പർമാരും എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. മദ്യ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് സ്ഥലം വാങ്ങിക്കൊടുക്കാൻ ബ്രോക്കറായി നിന്ന് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗമാണ് ബ്രോക്കറായി നിന്നത്. BJP ഇന്നത്തെ അവസ്ഥയിൽ മദ്യ ഫാക്ടറിക്കെതിരാണ്. അവരും ഈ സമരരംഗത്ത് സജീവമായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ 9 അംഗങ്ങളിൽ ഒരാളായ അപ്പുക്കുട്ടനാണ് മദ്യ ഫാക്ടറി സ്ഥാപിക്കുന്ന ഓയാസിസ് കമ്പനിക്ക് വേണ്ടി ഭൂമി വാങ്ങിക്കൊടുത്തത്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ വിവിധ ആളുകളിൽ നിന്നായി 24 ഏക്കർ ഭൂമിയാണ് പ്രൊഫഷണൽ ഇടനിലക്കാരൻ ശ്രീ അപ്പുക്കുട്ടൻ ഓയാസിസിന് സംഘടിപ്പിച്ചു കൊടുത്തത്. ഇയാൾ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് കാരണം അദ്ദേഹം വാങ്ങിച്ചു കൊടുത്ത ഭൂമിയാണല്ലോ. മദ്യ കമ്പനിയെ എതിർക്കുന്ന BJPയുടെ 5 അംഗങ്ങളും അവിശ്വാസ വോട്ടെടുപ്പിൽ ഉണ്ടാകാനിടയിൽ അവർ മാറി നിൽക്കാനാണ് സാഹചര്യം. ഈ സാഹചര്യത്തിൽ അപ്പുക്കുട്ടൻ ഒഴികെയുള്ള 8 വീതം കോൺഗ്രസിൻ്റെയും CPM അംഗങ്ങളാണ് വോട്ടെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. വികസന മുരടിപ്പ് ആരോപിച്ചാണ് CPM അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പണ്ട് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ വിരുദ്ധ സമരവും സ്വാശ്രയ കോളേജ് വിരുദ്ധ സമരമൊക്കെ നടത്തി പാർട്ടിക്ക് രക്തസാക്ഷിയെ സംഭാവന നൽകിയപ്പോൾ സ്വന്തം മക്കളെ അന്യ സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ച് മിടുക്കരാക്കുകയും സ്വന്തം AKG സെൻ്ററിലടക്കം കമ്പ്യൂട്ടർ സ്ഥാപിക്കുകയും ചെയ്ത CPM വേൾഡ് ബാങ്ക് പ്രതിനിധിയെ കരിയോയിൽ ഒഴിക്കുകയും പിന്നീട് വേൾഡ് ബാങ്കിന് ചുവപ്പ് പരവതാനി വിരിക്കുകയും എക്സ്പ്രസ് ഹൈവേ സംസ്ഥാനത്തെ 2ആക്കി പിളർക്കുമെന്നും ഗെയിൽ ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ ഭൂമിക്ക് അടിയിലെ ബോംബാണെന്നും പറഞ്ഞ് എതിർക്കുകയും ഭരണത്തിൽ വന്നപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങി ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് ഇവ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന CPM സ്വകാര്യ യൂണിവേഴ്സിറ്റിക്കെതിരെ സമരം നടത്തി അന്ന് ഉന്നത വിദ്യാഭ്യാസ സമിതി വൈസ് ചെയർമാൻ TP ശ്രീനിവാസനെ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും ഇപ്പോൾ കേരളത്തിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് പച്ചക്കൊടി കാണിക്കുകയും ചെയ്ത CPM ഇപ്പോൾ പ്രതിപക്ഷത്താണെങ്കിൽ ഈ എലപ്പുള്ളിയിലെ കർഷകർക്ക് വേണ്ടി എത്ര രക്തസാക്ഷികളെ ചിലപ്പോൾ സംഭാവന നൽകിയിട്ടുണ്ടാകും. മദ്യ ഫാക്ടറി വരുന്ന 6-ാം വാർഡിലെ CPM അംഗം ശാന്തിയും ഈ അവിശ്വാസ പ്രമേയത്തിൽ അനുകൂലമായി ഒപ്പിട്ടിട്ടുണ്ട്. ഓയാസിസ് കമ്പനിയുടെ താല്പര്യമല്ലാതെ ഒന്നും ഈ പ്രമേയത്തിന് പിന്നിലില്ല എന്ന ആരോപണമുണ്ട്.
അത്രമാത്രം ഘോരമായാണ് എക്സൈസ് മന്ത്രി സഖാവ് MP രാജേഷ് മദ്യക്കമ്പനിയെ ന്യായീകരിക്കുന്നത്. പാലക്കാടിൻ്റെ വികസനവും കർഷകരുടെ ഉന്നമനവുമാണ് CPMൻ്റെ ലക്ഷ്യമെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിലയും വിപണിയും ലഭിക്കാൻ ഉതകുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന ഫാക്ടറികളല്ലേ പാലക്കാട് സ്ഥാപിക്കേണ്ടത്? ഒന്നും വേണ്ട, സർക്കാർ സംഭരിക്കുന്ന നെല്ലിന് താങ്ങുവിലയും ഉള്ള വില റെഡിയായും നൽകാതെ എന്ത് കർഷക സ്നേഹത്തിൻ്റെ പേരിലാണ് നാളത്തെ അവിശ്വാസ പ്രമേയമെന്ന് CPMന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഏറെ പാടുപെടേണ്ടി വരും. ഞങ്ങളിത് അവസാനിപ്പിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വിശദാംശങ്ങളുമായി ചാനൽ 5+ എലപ്പുള്ളിയിലെ കർഷകർക്ക് വേണ്ടി ഇനിയും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നമസ്കാരം.